ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഗൂഢാലോചനയാണ് മഞ്ചേശ്വരം കേസിൽ ബിജെപിക്കെതിരായിട്ട് സർക്കാർ സ്വീകരിച്ചത്. ഞങ്ങൾ നിയമപരമായി നേരിട്ടു, അതിനെ രാഷ്ട്രീയമായി നേരിട്ടു. എല്ലാ പരിശ്രമവും അടവും സർക്കാർ പയറ്റിയിട്ടുണ്ട്. അല്ലാതെ ഒരു ദാക്ഷിണ്യവും എനിക്ക് ഈ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. വാദിയും പ്രതിയും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വാദി സർക്കാരായിരുന്നു. പ്രോസിക്യൂട്ടർ എന്താണ് വാദിച്ചത്? പ്രോസിക്യൂഷന്റെ നിലപാട് എന്തായിരുന്നു? അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത്. വാദിയും പ്രതിയെ ഒന്നായ കോടതി എന്ത് ചെയ്യും? അതാണ് സ്ഥിതി. സംസ്ഥാനത്ത് ഉടനീളം ഒരു CPM BJP ബാന്ധവമുണ്ട്. സർക്കാർ ആവശ്യമായ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല. സർക്കാർ അത് BJPയെ സഹായിക്കുന്നതിന് ഇപ്പോൾ കുഴൽപ്പണ കേസിൽ എന്താ ചെയ്തത്? കുഴൽപ്പണ കേസിൽ അവരെ ഊരി വിട്ടില്ലേ? കംപ്ലീറ്റ് ആയിട്ട് അവരെ ഒഴിവാക്കി വിട്ടില്ലേ? പരസ്പരം പുറംചൊറിഞ്ഞു കൊടുക്കുകയാണ്. ഇവരെ ഉപദ്രവിക്കില്ല, അവരെ ഉപദ്രവിക്കില്ല. ധാരണയാണ്. കുഴൽപ്പണ കേസ് മുതലൊക്കെ ഉള്ള ധാരണയാണ് എല്ലാ കേസിലും. കൊടകര കുഴൽപ്പണ കേസിൽ ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുന്ന പിണറായി വിജയനെ വെല്ലുവിളിച്ച കെ സുരേന്ദ്രനെതിരെ ഒരു കോടതി ഉത്തരവ് പ്രകാരം എടുത്ത കേസായിരുന്നു മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസ്. അതിൽ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം സമർപ്പിച്ച കുറ്റപത്രമായിട്ട് കൂടി സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയെ പോലും എതിർക്കാതിരുന്ന പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചത് നിർണിത കാലാവധിക്കുള്ളിലായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു കോടതി. മഞ്ചേശ്വരത്ത് കണ്ടത് പ്രതിപക്ഷം ആരോപിക്കും പോലെ BJP CPM ഡീലാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് KP നൌഷാദ്, BJP വക്താവ് ശ്രീ പത്മനാഭൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവർ. ആദ്യം ശ്രീ പത്മനാഭനിലേക്ക്. ശ്രീ പത്മനാഭൻ, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു എന്നാണ് കോടതിയിൽ കെ സുരേന്ദ്രന് വേണ്ടി ഹാജരായ വക്കീൽമാർ വാദിച്ചത്. അതങ്ങനെ കരുതുന്നത് എന്തുകൊണ്ടാണ്? ഒരു ദാക്ഷിണ്യവും സർക്കാരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് സുരേന്ദ്രൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കേസിൽ ഒരു പ്രതിക്ക് വക്കാലത്തുള്ള ഒരു വക്കീലാണ് ഞാൻ. ഈ കേസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ഇല്ലീഗലാണ്. ആ വിഷയം കോടതി ഇപ്പോൾ പ്രതികളെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ ആ വാദം അവിടെ ഉന്നയിച്ചതാണ്. കാരണം ഈ പരാതി കൊടുക്കുന്നത് മഞ്ചേശ്വരത്തെ CPMന്റെ സ്ഥാനാർത്ഥി ശ്രീ രമേശനാണ്. സുന്ദരയ്ക്ക് പരാതിയൊന്നുമില്ല. സുന്ദര ഒരു പരാതി എവിടെയും കൊടുത്തിട്ടില്ല. പരാതി കൊടുത്തത് CPMന്റെ സ്ഥാനാർത്ഥി ശ്രീ രമേശാണ്. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിർദ്ദേശങ്ങളുണ്ടായി. അതിനടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിലല്ല ചെയ്തത് എന്ന് ഒരു വാദം ഞങ്ങൾക്കുണ്ട്. അതിവിടെ പരിഗണിച്ചിട്ടില്ല. മറ്റ് ഒരു സംഗതി, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കേസിലെ കുറ്റപത്രം നിശ്ചിത കാലാവധിക്കുള്ളിൽ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നും ഈ കേസിലില്ല. അതിന് കാരണം സുന്ദര അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല. സുന്ദര അങ്ങനെ ഒരു മൊഴി കൊടുക്കണ്ടേ? പട്ടികജാതി പട്ടികവർഗ പീഡന നിയമപ്രകാരം കേസ് എടുക്കണമെങ്കിൽ, കേസ് നിലനിൽക്കണമെങ്കിൽ ഈ കേസിൽ എന്താ പറയുക, അന്യായത്തിന് വിധേയനായി അല്ലെങ്കിൽ തെറ്റിന് വിധേയനായി എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിലൊരു മൊഴി കൊടുക്കണ്ടേ? അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല. പിന്നെ ഇത് കൂടാണ്ട് വേറെ ചില വിഷയങ്ങളും കൂടിയുണ്ട് നിയമപരമായി ഈ കേസ് നിലനിൽക്കാത്തത്. അത് കോടതി അംഗീകരിച്ചിട്ടില്ല, താഴെ കോടതി. അഥവാ ഈ വിഷയം ഹൈക്കോടതിയിൽ പോവുകയാണെങ്കിൽ താഴെ കോടതി പരിഗണിക്കാത്ത മറ്റ് 2 വിഷയം കൂടി ഞങ്ങൾ അവിടെ ഉന്നയിക്കും. അതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഹർജി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്, നിയമപ്രശ്നമാണ്. എപ്പോഴും ആർക്കും നിയമപരമായ ഒരു ബേസ് ഇല്ലാത്ത കാര്യമാണ്. എന്ത് നിയമപരമായ ബേസ് ഇല്ലാതെയാണ് ഈ കേസ് കെട്ടിപ്പൊക്കിയത്? അതായത് പരാതി ഇത് നോൺ കോഗ്നിസബിൾ ഒഫൻസാണ്. നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ പരാതി പോലീസിൽ കൊടുത്താൽ പോലീസിന് കേസെടുക്കാൻ അധികാരമില്ല. അത് കോടതിയിൽ കൊടുത്തിട്ട് കോടതിയുടെ ഉത്തരവ് വാങ്ങിയിട്ട് വേണം പോലീസിന് അന്വേഷണം നടത്താൻ. ഇവിടെ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഒരു പരാതി ഇല്ല എന്നതാണ് ഞങ്ങളുടെ വാദം. അല്ല, രമേശൻ ആദ്യം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് സമീപിച്ചത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് കോടതി ആവശ്യപ്പെട്ട അന്വേഷണമാണ് നടന്നത്. അല്ല,
അല്ല ആദ്യം ഒരു എഫ്ഐആർ ഇട്ടു ശരി, അത് കോഴക്കേസാണ്. അല്ലല്ല, കോഴക്കേസാണ് ആദ്യമായിട്ട് എഫ്ഐആർ. രണ്ടാമത് കോടതിയെ സമീപിച്ച് കോടതി അന്വേഷണത്തിൽ ഉത്തരവിട്ടതിന് ശേഷമാണ് രണ്ട് കുറ്റങ്ങളും ചേർത്ത് കോടതിയിൽ ഒരു ഫോർ യുവർ ഇൻഫർമേഷൻ കോടതിയിൽ ഒരു പരാതി പോയിട്ടില്ല. രമേശൻ കോടതിയെ സമീപിച്ചില്ല. രമേശൻ കോടതിയെ സമീപിച്ചിട്ടില്ല, അങ്ങനെയാണോ? കോടതിയെ സമീപിച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടില്ല. കോടതിയെ സമീപിച്ചിട്ടുണ്ട്, പക്ഷെ പരാതി കൊടുത്തിട്ടില്ല. നിയമത്തിൽ ചില ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. ശ്രീ പത്മനാഭൻ, അതാണ് ഞാൻ വ്യക്തമാണ്ടി ചോദിക്കുകയാണ്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, അത് അദ്ദേഹം കോടതിയെ സമീപിച്ചത് പരാതിയുമായിട്ടല്ല. അദ്ദേഹം കോടതിയെ സമീപിച്ചത് പോലീസിന് അന്വേഷണം നടത്താനുള്ള അനുവാദം കൊടുക്കാനുള്ള ഹർജിയുമായിട്ടാണ്. അദ്ദേഹം കോടതിയെ സമീപിച്ചത് പോലീസിൽ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, അതുമായി മുന്നോട്ട് പോകാൻ പോലീസിന് അനുവാദം കൊടുക്കണമെന്നൊരു ഹർജിയാണ് കൊടുത്തത്. അല്ലാണ്ട് പരാതിയൊന്നും കോടതി കൊടുത്തിട്ടില്ല. അവിടെയാണ് അവിടെ മുതൽ തുടങ്ങുന്നുണ്ട് ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ പോലീസ് രംഗത്തില്ല. രമേശനും അയാളുടെ സ്വകാര്യ അഭിഭാഷകനുമാണ് അന്ന് രംഗത്തുള്ളത്. രമേശന്റെ സ്വകാര്യ അഭിഭാഷകനുമാണ് അന്ന് പിക്ചറിലുള്ളത്. പോലീസൊക്കെ പിന്നെയാ വരുന്നത്. ശരി, എന്തായാലും കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് കേസ് അന്വേഷണം നടന്നത് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KP നൗഷാദ്, ഇവിടെ ഗൂഢാലോചന നടത്തി കെട്ടിപ്പൊക്കിയൊരു കേസാണ് ഇത് എന്നാണ് കോടതിയിൽ ശ്രീ പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ വാദിച്ചത് എന്നാണ് പറയുന്നത്. അതായത് ഈ സംഭവം നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഈ സുന്ദര എന്ന് പറയുന്ന വ്യക്തി അയാൾ എനിക്കിങ്ങനെ പണം കിട്ടിയെന്ന് വിളിച്ചു പറയുന്നത് ജൂൺ മാസത്തിലാണ്. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ സർക്കാർ അധികാരത്തിലേറി, ഇതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം രമേശൻ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥി കോടതിയെ സമീപിക്കുന്നു. കോടതി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഈ വകുപ്പ് ഇതിൽ എഫ്ഐആറിൽ ചാർത്തപ്പെട്ട വകുപ്പ് പ്രകാരമുള്ള കുറ്റപത്രം സമർപ്പിക്കേണ്ട സ്റ്റിപ്പുലേറ്റഡ് ടൈം കഴിഞ്ഞ് 2023 മറ്റോ ആണ് കുറ്റപത്രം നൽകുന്നത്. അപ്പോൾ ഇത്രയും സമയം എന്തിനെടുത്തു എന്നുള്ള ക്വസ്റ്റ്യനാണ് പ്രധാനമായും കോടതി ഉന്നയിക്കുന്നത്. അതിൽ ഈ കേസിൽ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി. ഇതിൽ ഡീലാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഈ പ്രതിഭാഗം അഭിഭാഷകനായ ശ്രീ പത്മനാഭൻ വാദിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് എന്താ അത്ഭുതമുള്ളത്? അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമേ അല്ല. ഇവിടെ കുറ്റപത്രം 1 വർഷത്തിനകത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് 2.5 വർഷമെടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കോടതി വിധി നിശ്ചിതമായിട്ട് വിമർശിച്ചത് നമുക്ക് നടുക്കമുളവാക്കും വിധം, അടുത്ത കാലത്തൊന്നും ഒരു പ്രീസിഡൻസ് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം വിമർശിച്ചത് ഇത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തെയും പ്രോസിക്യൂഷനെയാണ്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ വിധി പറയുന്ന ദിവസം പോലും കോടതിയിൽ ഹാജരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ കേസ് അന്വേഷിച്ച പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ കോമഡി ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നതും അവരുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും. അത് 2.5 വർഷം എടുത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഇല്ലായിരുന്നുള്ള നൗഷാദിയുടെ ഭാഗത്ത് ഞാൻ ഖണ്ഡിക്കുകയാണ്. കാരണം ഈ കേസിൻ്റെ തുടർ നടപടികൾ നടക്കുമ്പോഴായിരുന്നു ഒന്നാത്താൻ കേസ് കൂടെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. 2022 ഫെബ്രുവരി മുതൽ ഏതാണ്ട് ജൂൺ വരെ ആ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2022 ഡിസംബറിലോ മറ്റാണ് ആ സിനിമ ഇറങ്ങുന്നത്. ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം ഈ കേസിലെ പ്രോസിക്യൂട്ടറായിരുന്നു. അതെ. അപ്പോൾ ആയിരിക്കാം, തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിധി പറയുന്ന ദിവസം അദ്ദേഹം കോടതിയിൽ ഹാജരില്ല എന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ ഏതായാലും അവിടെ അതിന് സാക്ഷിയല്ല, ഞാൻ വായിച്ച വിവരമാണ് ഞാൻ പറഞ്ഞത്. വിധി പ്രസ്താവിച്ച ദിവസം അദ്ദേഹം കോടതിയിൽ ഹാജരില്ല എന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സുരേന്ദ്രൻ്റെ പ്രസ്താവന വളരെ രസാവഹമാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് സർക്കാരിൻ്റെ ഒരു ദാക്ഷിണ്യവും കിട്ടിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരും ചോദ്യം ചോദിക്കാതെ തന്നെ വാപ്പ പത്തായത്തിലും കൂടി ഇല്ല എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതിന് ആനുപാതികമായിട്ട് എനിക്ക് സർക്കാരിൻ്റെ ഒരു ദാക്ഷിണ്യവും കിട്ടിയിട്ടില്ല എന്ന് സുരേന്ദ്രൻ പറയുന്നതോടുകൂടി ഈ നാടകാന്തം അതൊരു കവിത്വമായിട്ട് പരിപൂർണമായിട്ട് പര്യവസാനിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കണം, ഇവിടെ എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നടപ്പ് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് യാതൊരു അത്ഭുതവുമില്ല. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി അജിംസ ഞാൻ ഇവിടെ പ്രവചിക്കാം. കാരണം ഈ കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് DSP ആയ സതീഷ് കുമാറാണ്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ പിണറായി വിജയൻ സതീഷ് കുമാറിന് IPS കൺഫർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇനി ഇതിൽ അടുത്ത പടിയായിട്ട് നടക്കാൻ പോകുന്നൊരു കാര്യം. കാരണം ഇവിടെ RSSും സംഘപരിവാറും വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ഇഞ്ച് പോലും മുന്നോട്ട് ചലിക്കാൻ കഴിയാത്ത വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ ബോധം
ബോധത്താൽ നയിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരുപക്ഷെ ഇവിടെ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രമാത്രം വലതുപക്ഷ ഹിന്ദുത്വ വിധേയത്വം കാണിച്ച മറ്റൊരു മുഖ്യമന്ത്രി ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പോലീസ് അന്വേഷിക്കുന്ന, അദ്ദേഹം നിയമിച്ച പ്രോസിക്യൂട്ടർമാരും പ്രോസിക്യൂഷൻ സംഘമൊക്കെ നടത്തുന്ന കേസിൽ ഇതിനപ്പുറത്തൊരു വിധി ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ചിന്തകൾക്ക് നമുക്ക് വഴിമരുന്നിടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ആ വഴിമരുന്നിടുന്ന ചിന്തകൾ ഒരുപക്ഷെ ഈ കേസിൻ്റെ ഈ പരിണിതിയുമായി ബന്ധപ്പെട്ടതിലുപരിയായിട്ട് ഇവിടെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമാന്തരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ മീഡിയ വൺ മാത്രമാണ് ഇത് ചർച്ചക്കെടുക്കുന്നത്. കാരണം മറ്റുള്ളവർക്കൊക്കെ പല പല വിഷയങ്ങളുടെ ആധിക്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളിതൊരു മർമ്മപ്രധാനമായൊരു വിഷയം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ട് സന്ദർഭോചിതമായിട്ട് ഇത് ചർച്ചക്കെടുത്തു. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അദ്ദേഹം അറിയാതെയാണ് എന്ന് ചിലർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഏതായാലും ഇതൊക്കെ നടക്കുന്നത്. ഈ മാസം സെപ്റ്റംബർ 13 ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തും ഹവാലയൊക്കെയാണ് ഇപ്പോഴത്തെ ചില ആളുകളുടെ വെളിപ്പെടുത്തലുകൾക്ക് കാരണം എന്ന മട്ടിൽ മുഖ്യമന്ത്രിയുടെ PR-ൻ്റേതായിട്ട് ഡൽഹിയിൽ വാർത്ത പരക്കുന്നു. 8 ദിവസം കഴിഞ്ഞിട്ട്, കൃത്യം 9 ദിവസം കഴിഞ്ഞിട്ട് 21 അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇത് സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 9 ദിവസം കഴിഞ്ഞിട്ട്, 8 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് അത് ആവർത്തിക്കുന്നു. ഈ ഹിന്ദു ദിനപത്രത്തിലൊക്കെ ഇത് വരുമ്പോൾ ദേശീയ തലത്തിലാണ് ഇത് ചർച്ചയാവുന്നത്. ഒരു ജില്ല, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, അവിടെ കള്ളക്കടത്ത്, ഹവാല, ഇതൊക്കെ കേരളത്തിലെ BJP നേതാക്കൾ പോലും പറയാൻ മടിക്കുന്നതാണ്. കാരണം അവരത്തരം ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിലും അവർക്ക് സത്യം അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും അവർ പറയാൻ മടിക്കുന്നു. അതൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അഭിമുഖത്തിലൂടെ വെളിവാക്കുന്നത്. ഇതൊക്കെ എങ്ങോട്ടാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത്? ഇയാളെയൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നവരെയൊക്കെ എന്തു ചെയ്യണമെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇപ്പോൾ ഇതാ ഗവർണർ, നിങ്ങൾ നോക്കുക, നാളെ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും DGP-യെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാൻ. ഇതിനൊരുപാട് അനുരണനങ്ങളും പ്രതിധ്വനികളും ഉണ്ടാകും. അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കാലശേഷവും ഉണ്ടാകും. മലപ്പുറത്ത് ഇനി വരുന്ന ഒരുപാട് തലമുറകൾ അത് അനുഭവിക്കേണ്ടി വരും. ആര് സമാധാനം പറയും? വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന മട്ടിൽ വിളിച്ചു പറയുന്ന വിജയന്മാർ തൊട്ട് വിജയരാഘവൻ വരെയുള്ള ആളുകളെ ഇതിനൊക്കെ സമാധാനം പറയുമോ? അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഈ നാട് പോകുന്നത്. പിന്നെ സുരേന്ദ്രൻ്റെ കേസ് അട്ടിമറിക്കപ്പെട്ടതിൽ തെല്ലും അത്ഭുതമില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അല്ലാതെ വിജയൻ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുഴൽപ്പണ കേസ് കൊടകരയിൽ നമ്മൾ കണ്ടതാണ്. അതിനാനുപാതികമായി വിജയൻ്റെ മകളുടെ കേസ്, നമ്മുടെ റിയാസ് മന്ത്രിയുടെ ഭാര്യയുടെ കേസ്, അതുപോലെ തന്നെ പിന്നെ കരുവന്നൂർ ബാങ്കിലെ കേസ്, ഇങ്ങനെ എത്ര കേസുകൾ ഇവിടെ കളം പിടിച്ച് ഇങ്ങനെ ഹർഷാരവം മുഴക്കി നിങ്ങളൊക്കെ എത്ര മണിക്കൂറുകൾ ചർച്ച ചെയ്തു. ആ കേസിൻ്റെയൊക്കെ വാലും തുമ്പും നമുക്ക് മുമ്പിലുണ്ടോ? ഇതൊക്കെ പരസ്പര സെറ്റിൽമെൻ്റാണ്. റിയാസിനും ഭാര്യയ്ക്കും ജയിലിൽ പോകാതെ കഴിയാനുള്ള ഒരു ഉപാധിയായിട്ടൊരു പാർട്ടിയെ തന്നെ RSSന് പണയം വെക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ട് ഇവിടെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇരട്ടച്ചങ്കം പോയിട്ട്, ഒരു കാൽച്ചങ്ക് പോയിട്ട് നാപ്കിൻ പേപ്പറിൽ ഒപ്പിടുന്ന ശിവശങ്കരൻ്റെ പ്രസ്താവനയാണ് ഇവിടെ അടിവരയിട്ട് തെളിയുന്നത്. വലിയ കഷ്ടമുണ്ട്. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഈ കേസിൽ കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ഈ കേസ് തള്ളാൻ കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം, സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ കുറ്റപത്രം നൽകിയില്ല. കാരണം ഇതിന് പരമാവധി കിട്ടാവുന്ന ശിക്ഷാ കാലാവധിക്ക് അനുസരിച്ച് ഇത്ര സമയത്തിനുള്ളിൽ കുറ്റപത്രം നൽകണം എന്ന് CRPC പറയുന്നുണ്ട്. അത് പാലിച്ചില്ല. ഇതാണ് പ്രധാനമായി പറയുന്ന കാര്യം. അതോടൊപ്പം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കേസിലെ പ്രതിയുടെ ഫോൺ എവിടെ? ആ ഫോൺ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ ഫോൺ എവിടെ എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കേസിൻ്റെ അന്വേഷണം തന്നെ വളരെ വിചിത്രമാണ്. ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രോസിക്യൂട്ടർ ഇതിൻ്റെ വിചാരണ നടക്കുന്ന സമയത്തൊക്കെ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. അത് പോട്ടെ എന്ന് വയ്ക്കാം. ജാമ്യാപേക്ഷ കോടതിയിൽ വന്നപ്പോൾ ആ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂട്ടർ എതിർത്തില്ല. ആ പ്രോസിക്യൂട്ടർ പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതങ്ങനെ ജാമ്യാപേക്ഷ എതിർക്കേണ്ട കേസൊന്നും അല്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏത്? പട്ടികജാതി പീഡന നിരോധന പ്രകാരം കുറ്റപത്രം നൽകിയ കേസാണ്. ഇതിലെന്തെല്ലാം തരം അട്ടിമറിയാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ മുഴുവൻ അട്ടിമറിയാണിതിൽ. ഇതെങ്ങനെയാണ് ഈ കേസ് കുറ്റവിമുക്തനാക്കിയത്? ഇതിന് ആരും മറുപടി പറയും? ഈ കേസിലെ ഒരു പ്രത്യേകത, ഇവിടെ അവരെ ട്രയൽ നടത്തി പ്രതികളെ അക്യൂറ്റ് ചെയ്യുകയല്ല ചെയ്തത്. CRPC 239, പുതിയ BNSS 251 ഡിസ്ചാർജ് ഓഫ് അക്യൂസ്ഡ് ആണ്.
പ്രതികളെ വിചാരണ കൂടാതെ തന്നെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. വിചാരണയ്ക്ക് ശേഷം പ്രതികളെ വെറുതെ വിടുന്നതിനാണ് നമ്മൾ അക്യൂറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, അങ്ങനെ ഡിസ്ചാർജ് പെറ്റീഷൻ നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളാണ് നോക്കുന്നത്. ആ പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കുറ്റപത്രം ഫയൽ ചെയ്യുന്നതിനുള്ള ഡിലേ. നിരവധി കേസുകൾ അങ്ങനെ വരാറുണ്ട്. നോൺ കോഗ്നൈസബിൾ ഒഫൻസ് 323 ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ പലപ്പോഴും പോലീസ് 1-1.5 വർഷം കഴിഞ്ഞ് കുറ്റപത്രം ഫയൽ ചെയ്യാറുണ്ട്. അതൊന്നും ഡിസ്ചാർജ് ചെയ്യാറില്ല. അപ്പോൾ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം അതല്ല ജിംസ്. അതായത് ഈ കേസിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നത് CPM-ന്റെ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന രമേശനാണ് പരാതി കൊടുത്തത്. അന്ന് അവിടെ ജയിച്ചത് IUML സ്ഥാനാർത്ഥി AKM അഷ്റഫുമാണ്. 3-ാം സ്ഥാനത്തായിരുന്നു അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ VV രമേശൻ തന്നെയാണ് ഇതിന് പരാതി കൊടുത്തത്. പക്ഷെ പരാതി കൊടുത്തെങ്കിലും പരാതിക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ കോടതി മുമ്പായി ഹാജരാക്കേണ്ടിയിരുന്നത് സുന്ദരയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു. 3 കാര്യങ്ങളാണ് വെളിപ്പെടുത്തി. എന്താ, 2.5 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു, കർണാടകത്തിലൊരു വൈൻ പാർലർ, ഒരു വീട്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ്. അതിനുപരിയായിട്ട് ഈ നോമിനേഷൻ കൊടുത്തു. അപ്പൊ പിന്നീട് അതിനു മുമ്പ് ഈ സംഭവത്തിന് ഏകദേശം 8-10 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ BJP സംഘപരിവാർ ഗ്രൂപ്പിന്റെ വാട്സപ്പിനകത്ത് ഈ പറഞ്ഞ സുന്ദര നോമിനേഷൻ പിൻവലിക്കാൻ പോകുന്നു, സ്ഥാനാർത്ഥം പിൻവലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അന്ന് BSP സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ കേസിനകത്ത് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് പരാതി കൊടുത്ത ആളല്ല. പരാതി കൊടുത്ത ആൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻഫോർമന്റ് മാത്രമാണ്. കാര്യം അദ്ദേഹം മറ്റൊരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൊടുക്കുകയായിരുന്നു. പിന്നെ നോൺ കോഗ്നൈസബിൾ ഒഫൻസിനകത്ത് കോടതിയിൽ കൊടുത്ത് പോലീസ് അന്വേഷിക്കണമെന്നില്ല. പോലീസിൽ പരാതി കൊടുത്താൽ പോലീസ് അതിന് കോടതിയുടെ അനുവാദത്തോടുകൂടി പോലീസിനെ അന്വേഷിക്കുക. അപ്പോൾ നേരിട്ട് നമ്മൾ പലപ്പോഴും നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ് കൂടുതലും പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ. അതെല്ലാം നമ്മൾ കോടതിയിലല്ല ഫയൽ ചെയ്യുന്നത്. പോലീസിൽ പരാതി കൊടുക്കും. പോലീസ് കോടതിയുടെ സാങ്ഷനോടുകൂടി ആ കേസ് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഒന്ന്, SC/ST ആക്ട് അതിനകത്ത് നിൽക്കത്തില്ല. കാരണം SC/ST ആക്ടുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും അതിനകത്തില്ല. ഒരാളിനെ ജാതി പറഞ്ഞ് ജാതിയുടെ പേരിൽ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുകയോ ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ SC/ST നിൽക്കൂ. ഇപ്പോൾ ഒരു കക്ഷി SC/ST ആണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെതിരെ നമ്മൾ 2 അടി കൊടുത്താൽ പോലും SC/ST ആയിട്ട് നിൽക്കത്തില്ല. ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കണം. SC/ST ആക്ടിലെ 3-ാം വകുപ്പിൽ തനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, ഒരു പട്ടികജാതിക്കാരൻ, അത് ജാതി പേര് വിളിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ചെയ്താൽ ആ ആക്ട് നിൽക്കും. ഇതിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുക. ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിലൂടെ, അത് ത്രട്ടനിങ് നടത്തിയോ പണം നൽകിയോ പിൻവലിക്കുന്നതിലൂടെ അത് നടന്നു കഴിഞ്ഞല്ലേ? ഇല്ല, അവിടെ അതിനകത്ത് കേസ് 171B 171E IPC സെക്ഷൻ പ്രകാരമാണ് പ്രധാനമായിട്ട് കേസെടുത്തുള്ളത്. കാര്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പണം ബ്രൈബറി നടത്തുന്നതാണ് 171B 171E വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ സെക്ഷൻ 3 ഒന്നും അവിടെ അട്രാക്ട് ചെയ്യത്തില്ല. അതിന് പ്രത്യേക IPC പ്രൊവിഷൻ ഉണ്ട്. IPC പ്രൊവിഷൻ അങ്ങനെ നിലനിൽക്കുമ്പോൾ പ്രധാനമായിട്ട് അത് തന്നെയാണ് അവിടെ കൂടുതലായിട്ട് പ്രിവെയിൽ ചെയ്യുന്നത്. വളരെ സാങ്കേതികമായി എന്റെ ചോദ്യം അതല്ല. ഇവിടെ ഭീഷണിപ്പെടുത്തപ്പെടുകയും പണം നൽകപ്പെടുകയും സ്ഥാനാർത്ഥം പിൻവലിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ്. അയാൾ വന്ന് തുറന്നു പറയുമ്പോഴത് ലോകം അറിയുന്നത്. അയാൾ പറയുന്നത് എന്താണ്? എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ കയ്യിൽ പണം കൊടുത്തു, എനിക്കൊരു മൊബൈൽ ഫോൺ തന്നു, പിന്നീട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു വീട്ടിൽ പോയി താമസിപ്പിച്ചു. അവിടെ നിന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിച്ചു. ഞാൻ BJP-യിൽ ചേരുകയാണെന്ന് വാർത്താ സമ്മേളനം നടത്തിച്ചു. അതിനുശേഷം ജോസ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി എന്നെ താമസിപ്പിച്ചു. ആ താമസിച്ചുകൊണ്ടിരിക്കെ എന്നെ ഒരു CI വിളിച്ചു. CI വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ BJP-യിൽ ചേർന്നു എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസ് ഒരു മൊഴി എഴുതി വാങ്ങിച്ചു. ഈ മൊഴി അവിടെ യാഥാർത്ഥ്യമാണ്. ആ മൊഴിയാണ് ശ്രീപത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രതിഭാഗം ഈ കേസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഞാൻ BJP-യിൽ ചേർന്ന് എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് മൊഴി നേരത്തെ തന്നെ കൊടുത്തു. അതിനുശേഷമാണ് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വെളിപ്പെടുന്നത് തന്നെ പണം നൽകി പിൻവലിപ്പിച്ചതാണെന്ന്. അപ്പോൾ ഇതിലൊരു ഗൂഢാലോചനയുമില്ല. ഈ കേസ് തുടക്കത്തിലേ തന്നെ തകർത്തു. ഇതൊരു കേസാവാൻ സാധ്യത പോലും മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ അവർ ജാമ്യം റെഡിയാക്കി വെച്ചു. ഇയാളുടെ മൊഴി പോലീസിൽ കൊടുത്തു വെച്ചിരിക്കുന്നു. പക്ഷേ അതിനുശേഷം ഇയാൾ മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി വേറെയുണ്ട്. പക്ഷേ ഈ മൊഴിയാണ് കോടതിയിൽ ഇവർ ഉപയോഗിച്ചത്. അത് ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിലത്തെ പ്രൈം വിറ്റ്നസ് അല്ലെങ്കിൽ ശരിക്കും കംപ്ലൈനന്റ് ആകേണ്ട ആൾ സുന്ദരയാണ്.
അതിനകത്ത് LDFന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹത്തിന് ഹിയറസി എവിഡൻസ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഹിയറസി എവിഡൻസ് നിയമം അറിയാവുന്നവർക്കറിയാം, കോടതി അത് പരിഗണിക്കത്തില്ല. നിങ്ങൾക്ക് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയും അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ വിറ്റ്നസിന്റെ മൊഴി എടുക്കത്തില്ല. ഇവിടുത്തെ കംപ്ലൈന്റ് എങ്ങനെയാണ്? പ്രധാനമായിട്ടും മൊഴി കൊടുക്കേണ്ടതും ആ മൊഴിയിൽ അടിയുറച്ചു നിന്ന് പറയേണ്ടിയിരുന്ന ആൾ സുന്ദരയാണ്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അദ്ദേഹം BJPയിലേക്ക് ചേർന്നു. BJPയിലേക്ക് ചേർന്നപ്പോൾ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സുന്ദരയുടെ മൊഴിയായി കോടതി ഈ വിധിയിൽ കോട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസ് എങ്ങനെയാണ് അറിയുന്നത് ഇയാളെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ പാർപ്പിച്ച്? പോലീസ് എന്തിനാണ് അങ്ങോട്ട് സമീപിക്കുന്നത്? അവിടെ അങ്ങനെ ഒരു പരാതിയേ ഇല്ലാത്ത സാഹചര്യത്തിൽ, ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ CI വിളിച്ച് സുന്ദരൻ ചോദിക്കുകയാണ്, നിങ്ങൾ BJPയിൽ ചേർന്നോ? നിങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് ചോദിച്ച് വിളിച്ചു വരുത്തി മൊഴി മേടിപ്പിക്കുകയാണ്. ഇതൊന്നും ഒരു ഗൂഢാലോചനയും ഇല്ല, ഇതൊക്കെ അങ്ങനെ നടന്നതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല, അല്ല, അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം BJPയിൽ ചേർന്ന് BJPയുമായിട്ട് ധാരണയായി കഴിഞ്ഞു. അപ്പോൾ BJP പറയുന്നതനുസരിച്ച് നിൽക്കും. അതിനകത്ത് ഇടതുപക്ഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇടതുപക്ഷവുമായിട്ട് ബന്ധമുണ്ടോന്നല്ല ചോദിക്കുന്നത്. നോക്കൂ ബൽദേവ്, യഥാർത്ഥത്തിൽ ഇദ്ദേഹം BJPയിൽ ചേർന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നത് BJP നേതാക്കളോടൊപ്പമാണ്. പിന്നീട് ഇദ്ദേഹത്തെ കൊണ്ട് ഒളിപ്പിച്ച് പാർപ്പിക്കുകയാണ് ഒരു വീട്ടിൽ. ഇത് സുന്ദര കൊടുത്ത മൊഴിയാണ്. ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പാർക്കുമ്പോൾ ഒരു പോലീസ് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, വന്ന് മൊഴി തരുമെന്ന് പറഞ്ഞ്. ഈ പോലീസ് എങ്ങനെയാണ് അറിഞ്ഞ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി? അല്ലെങ്കിൽ പോലീസ് ഇയാൾ ഒളിപ്പിച്ചു? അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ പറയാനെന്ന് പോലീസിന് തോന്നിയോ? ഒരു പരാതിയും ഇല്ലാതെ പോലീസ് ഇയാളെ വിളിച്ച് ചോദിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പോലീസിൽ കൊടുക്കുന്ന മൊഴിക്ക് കോടതിയിൽ വരുമ്പോൾ വക്കീലന്മാർക്കറിയാം, കോടതി കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം, അതിന് നിയമപരമായ സാധുതയില്ല. പോലീസിൽ കൊടുക്കുന്ന മൊഴി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആ മൊഴി നിഷേധിക്കാം. എന്തിന്? മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുന്ന മൊഴികൾ പോലും പലരും നിഷേധിക്കാറുണ്ട്. ഞാൻ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, എൻ്റെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ മൊഴി പറയിപ്പിച്ച് പല കേസുകൾക്കകത്തും. അതായത് സുന്ദരയ്ക്ക് പണം നൽകി അയാളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്ന് സുന്ദരയ്ക്കോ രമേശനോ ആർക്കും പരാതി ഇല്ലാത്ത സമയത്താണ്. അതായത് മാർച്ച് മാസത്തിലാണ് ഈ പോലീസ് വിളിച്ചു ചോദിക്കുന്നത്, നിങ്ങൾക്ക് പരാതിയുണ്ടോ, വന്ന് എഴുതരൂ. ഇപ്പോൾ ഈ സുന്ദര സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുന്നില്ല, എനിക്ക് പരാതിയൊന്നുമില്ല, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഞാൻ BJPയിൽ ചേർന്നുവെന്ന്. ഇതൊരു അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നുന്നില്ലേ? രണ്ടാമത്തെ കാര്യം, സുരേന്ദ്രന്റെ ജാമ്യ ഹർജിയെ എതിർത്തില്ല പ്രോസിക്യൂഷൻ. ഏത് പ്രോസിക്യൂഷൻ? ഇതിൽ ഈ പറയുന്ന പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം ആഡ് ചെയ്ത അതേ പ്രോസിക്യൂഷൻ പറയുകയാണ് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. ഇതിലൊന്നും ഒരു അസ്വാഭാവികതയില്ലേ? ഇല്ല, ആ സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, നിൽക്കാത്ത ഒരു സെക്ഷൻ ആണെങ്കിൽ പ്രോസിക്യൂട്ടർ ആ കേസ് കേട്ടിൽ എതിർക്കത്തില്ല. പലപ്പോഴും നമുക്കറിയാം, പ്രോസിക്യൂഷൻ നിൽക്കാത്ത സെഷൻ ആണെന്ന് അറിയില്ലേ? ഇടക്കാല കുറ്റപത്രം കൊടുക്കുമ്പോൾ പ്രോസിക്യൂഷൻ അറിയില്ലേ ഇത് നിൽക്കാത്ത കേസാണെന്ന്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. FIRലോ FISലോ ഒരു സെക്ഷൻ ഇടുമ്പോൾ ആ സെക്ഷൻ ഇന്ന ഇൻഗ്രീഡിയൻസ് വേണമെന്ന് CRPCയിലും, അന്ന് CRPC ആണെന്നല്ലോ, CRPCയിലും പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതിയുടെ റൂളിങ്ങുകളും ഉണ്ട്. അതായത് അങ്ങനെ ഒരു സെക്ഷൻ അതിനകത്ത് രമേശൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ FIRൽ പട്ടികജാതി പീഡന നിരോധന നിയമം ഉണ്ടായിരുന്നില്ല. കോടതി ചോദിക്കും. രമേശൻ പോലീസിൽ കംപ്ലൈന്റ് നൽകുമ്പോൾ ഇട്ട FIRൽ ഈ പീഡന നിരോധന പട്ടികജാതി നിയമമില്ല. അതിലാകെയുള്ളത് തെരഞ്ഞെടുപ്പ് കുഴക്കേസാണ്. പിന്നീടാണ് അത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BJP പറഞ്ഞ് ശരിയായിട്ട് വരും, ഇതെന്തോ ഗൂഢാലോചനയാണ്. അല്ല, FIRലെ സെക്ഷൻ ഞാൻ പറഞ്ഞല്ലേ, FIR തന്നെ ഒരു പ്രതിയെ അറസ്റ്റ്, ഞാൻ ഉൾപ്പെടെ 4 പേരെ ഞങ്ങളെ തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിൽ ഒരു പോലീസ് ഹാജരാക്കുമ്പോൾ രാവിലെ ഒരു ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ FIR ഇട്ടതിനകത്ത് നോൺ ബെയിൽ ഒളവൻസ് ആയിരുന്നു. ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അന്നിരുന്ന ഉദ്യോഗസ്ഥരെന്നെ വിളിച്ചു പറഞ്ഞു നോൺ ബെയിൽ ഒളവൻസ് ഒഴിവാക്കാൻ. കോടതിയിൽ ചെന്ന് ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി. ഞങ്ങൾ ജാമ്യക്കാരുമായിട്ട് വഞ്ചൂർ കോടതി ചെല്ലുകയാണ്. ഞങ്ങൾക്ക് കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്കെതിരെ ബെയിലുള്ള മനസ്സിലുള്ളൂ. പെട്ടെന്ന് തന്നെ അഡീഷണൽ ലിസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത ചാർജല്ല, FIR കൊടുത്തതിന് ശേഷം അഡീഷണൽ റിപ്പോർട്ട് കൊടുത്ത് FIRലെ ഇന്ന സെക്ഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പോലീസിന് അങ്ങനെയുള്ള അധികാരമുണ്ട്. FIRൽ വരുന്ന സെക്ഷൻ ചാർജ് ഷീറ്റ് വരണമെന്നില്ല, FIRൽ വരാത്ത സെക്ഷൻ ചാർജ് ഷീറ്റിൽ വരാം. 326 പലതും ഫയൽ ചെയ്യുമ്പോൾ 302 ആയിട്ട് മാറും. അതിന് 326 എടുക്കുന്ന ഒരാഴ്ച കഴിയുമ്പോൾ ആ വ്യക്തി മരിച്ചു പോകും. അപ്പോൾ കൊടുക്കുന്ന ചാർജ് ഷീറ്റ് 302 ആയിട്ട് മാറും. അപ്പോൾ ഇതെപ്പോൾ വേണമെങ്കിൽ ആൾട്ടർ ചെയ്യാം. പ്രോസിക്യൂട്ടർ അന്വേഷണ ഉദ്യോഗസ്ഥൻ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഈ വകുപ്പിൽ നിൽക്കില്ല എന്നൊന്നും പറഞ്ഞു കൊടുക്കില്ലേ? യഥാർത്ഥത്തിൽ പ്രോസിക്യൂട്ടർ പണി എന്താണ്? ഇല്ല,
ഇല്ല, അത് കോടതിയിൽ വരുമ്പോഴാണല്ലോ പ്രോസിക്യൂട്ടർ ഇതിനകത്ത് ഈ ഫയലുകൾ നോക്കി പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല ഞങ്ങൾ തന്നെ എങ്ങനെ വക്കീലന്മാർ ഒരു കേസ് അപ്പിയർ ചെയ്യുന്നത് എങ്ങനെ? അന്നേരം ഞങ്ങൾ അതിന്റെ എഫ്ഐആറും FIS റിമാൻഡ് ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ശാസ്താംകോടതിയിൽ അപ്പിയർ ചെയ്തപ്പോൾ FIR FIS റിമാൻഡ് ആപ്ലിക്കേഷൻ കോപ്പി എടുത്തു. ജാമ്യ ഹർജി കോടതിയിൽ വരുമ്പോൾ പ്രോസിക്യൂട്ടർ അപ്പിയർ ചെയ്യുന്നത് കേസൊന്നും പഠിക്കാതെയാണോ? പോലീസ് നോക്കൂ, ജാമ്യ ഹർജി കോടതിയിൽ വരുമ്പോൾ പ്രോസിക്യൂട്ടർ അപ്പിയർ ചെയ്യുന്നത് ഈ കേസൊന്നും പഠിക്കാതെയാണ്. ഇല്ല, അത് ജാമ്യ ഹർജി വരും. അല്ല, ജാമ്യ ഹർജി വരുമ്പോഴാണല്ലോ പ്രോസിക്യൂട്ടർക്ക് നമ്മൾ കോപ്പി കൊടുക്കുന്നതും പ്രോസിക്യൂട്ടർ കോടതിയിൽ. ഇതൊന്നും പ്രോസിക്യൂട്ടർ നേരത്തെ പഠിച്ചു വെക്കുന്നതല്ല, ഒരു കോടതിയിലും പഠിക്കുന്നതല്ല ഇതൊന്നും. അവിടെ ജാമ്യ ഹർജി വരുമ്പോൾ അവർ ആ ജാമ്യ ഹർജി നോക്കിയിട്ട് ആ റിമാൻഡ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ അന്നേരമാണ് അവരെടുത്ത് വായിച്ചു നോക്കുന്നത്. കാര്യം ചിലപ്പോൾ അന്നേരം അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. പ്രോസിക്യൂട്ടർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രതി അന്നേരം അരമണിക്കൂറിനകം കൊണ്ടുവരുന്നതായിരിക്കും. ചിലപ്പോൾ 24 മണിക്കൂറിനകം ഹാജരാക്കിയാൽ മതി. അപ്പോൾ പ്രോസിക്യൂട്ടർക്ക് അത് പഠിക്കാനുള്ള അവസരമില്ല. കോടതിയിൽ വരുമ്പോഴാണ് പ്രോസിക്യൂട്ടർ ഇതിന്റെ FIR ആയാലും FIS ആയാലും അതെല്ലാം ചാർജ് ഷീറ്റ് വരുന്നത് പിന്നീടാണ്. ഇതെല്ലാം അന്നേരമാണ് നോക്കുന്നത്. റിമാൻഡ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ പ്രോസിക്യൂട്ടർ അന്നേരമാണ് നോക്കുന്നത്. അത് പ്രതിഭാഗം വക്കീൽ കൊണ്ടുചെന്ന് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ശ്രീമൻ അറിയാമല്ലോ, പ്രതിഭാഗം വക്കീൽ കൊണ്ടുചെന്ന് അപേക്ഷ കൊടുക്കുന്നു. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് അദ്ദേഹം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങൾ വാങ്ങിച്ചു നോക്കുന്നത്. സുരേന്ദ്രന്റെ ഫോൺ കാണാനില്ല എന്ന് കോടതി പറയുന്നുണ്ട്. സുരേന്ദ്രന്റെ ഫോൺ കോൺഫിസ്കേറ്റ് ചെയ്തിട്ടില്ല. അതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊരു പ്രധാന പ്രതിയുടെ ഫോൺ ഇതിൽ നിർണായക തെളിവല്ലേ? ക്രൈംബ്രാഞ്ചിന് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അല്ല, അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ ജിംസേ. പിന്നെ ബഹുമാനപ്പെട്ട KP നൗഷദ് അലി പറഞ്ഞ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത, അത് അദ്ദേഹം തന്നെ നിഷേധിക്കുകയുണ്ടായി. അതിന്റെ യാഥാർത്ഥ്യത അവിടെ നിൽക്കട്ടെ. പിന്നെ ഇന്ന് KT ജലീൽ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ 2 ദിവസം അദ്ദേഹം പറഞ്ഞിട്ട് മലപ്പുറത്ത് IUML-മായി ബന്ധമുള്ള ഒരു മതപണ്ഡിതൻ തന്നെ സ്വർണം കടത്തി, IUML നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ പേര് പറയാം എന്ന് KT ജലീൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് IUML തീർച്ചയായിട്ടും എന്തായാലും ബഹുമാനപ്പെട്ട നൗഷദ് അലി മുസ്ലിം ലീഗിന്റെ സമുന്നതനായ ഒരു നേതാവാണ്. ഞാൻ പേര് കോൺഗ്രസ് നൗഷദ് അലി കോൺഗ്രസ് ക്ഷമിക്കണം നേരത്തെ ലിസ്റ്റ് തന്നിരുന്നത് IUML MLA ആയിരുന്നല്ലോ. അപ്പം അദ്ദേഹം അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം UDF-ന്റെ ഘടകകക്ഷിയാണല്ലോ, എന്തായാലും കോൺഗ്രസ് ആണല്ലോ മെയിൻ കക്ഷി. അപ്പോൾ KT ജലീൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആരോപണം അങ്ങനെയല്ല. അപ്പോൾ അവിടെ മുസ്ലിം ലീഗുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് KT ജലീൽ പറഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണല്ലോ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് അത് നിഷേധിക്കുകയാണെങ്കിൽ പേര് പറയാമെന്ന് KT ജലീൽ പറയുന്നു. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിൻവലിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് പത്രം തെറ്റി എഴുതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് ഖേദം പ്രകടിപ്പിക്കുകയും പത്രം ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് മലപ്പുറവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള മുസ്ലിം ലീഗുമായിട്ട് ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാവായിരുന്ന KT ജലീൽ തന്നെ ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് UDF-ന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അപ്പോൾ കോൺഗ്രസ് നേതാവായ ശ്രീ KP നൗഷദ് അലിക്ക് അതിനകത്ത് തീർച്ചയായിട്ടും മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. കാര്യം അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി ആ പ്രസ്താവന പിൻവലിച്ചു. പക്ഷേ ജലീൽ ഇപ്പോഴും അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി മാത്രമല്ല അത് പറയുന്നത്, മുഖ്യമന്ത്രി ഒരിക്കലും നേരിട്ടത് പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ടായിരിക്കും പ്രതികരിക്കാത്തത്. കാരണം ജലീലിന് മുമ്പ് AR നഗർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ കണ്ടതാണ്. പിണറായി വിജയൻ ചെവിക്ക് പിടിച്ചു വിട്ടു. പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അത് വിടും. അതുകൊണ്ടായിരിക്കും ആരും പ്രതികരിക്കാത്തത്. അല്ല, ഇതിനകത്ത് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്, മുസ്ലിമിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അല്ല, അന്നും വെല്ലുവിളിച്ചു. അന്ന് കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിച്ചു. AR നഗർ ബാങ്ക് കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ ഡയറക്റ്റ് വെല്ലുവിളിച്ചാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ED-ക്ക് പരാതി കൊടുക്കാൻ പോയാളാണ് ജലീൽ. അല്ല, അപ്പോൾ അത് ഞാൻ അദ്ദേഹം ബഹുമാനപ്പെട്ട നൗഷദ് അലി അത് പറഞ്ഞു പോയത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടുത്തെ വിഷയം ബൽദേവിന് ഇതിന് മറുപടിയില്ല. ഇത് മൊബൈൽ എന്തുകൊണ്ട് കോൺഫിസ്കേറ്റ് ചെയ്തില്ല, മൊബൈൽ പിടിച്ചെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് അറിയില്ല. ജാമ്യാപേക്ഷ എതിർക്കാതിരുന്നതുകൊണ്ട് അത് വകുപ്പ് മാറിപ്പോയി, വകുപ്പ് നോക്കിയില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കേസിനിടയ്ക്കൊക്കെ ഒരു പ്രോസിക്യൂട്ടർ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിയമം, ചട്ടമൊക്കെ? പ്രോസിക്യൂട്ടർ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഏത് ആരും സിനിമയിൽ അഭിനയിക്കണമെങ്കിലും അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് അഭിനയിക്കാം, പുസ്തകം എഴുതാം, ഇങ്ങനെ പലതും ചെയ്യാം. അങ്ങനെ ഗവൺമെന്റ് സാങ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ അതിനകത്ത് തെറ്റൊന്നുമില്ല.
ഓക്കെ, ഗവൺമെന്റ് അതായത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയുടെ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന പ്രോസിക്യൂട്ടറെ ആ കേസിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ, അതായത് ഇടക്കാല കുറ്റപത്രം നൽകി കുറ്റപത്രം നൽകാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു. അതൊക്കെ ഭയങ്കര രസമായിരിക്കും. എനിക്കറിയില്ല ഈ കേസുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഓക്കെ, ശ്രീ പത്മനാഭൻ, ഇവിടെ ഈ അല്ല ഒരു പ്രോസിക്യൂട്ടർ അല്ല ഒരു സെക്കൻഡ് അജീബ് ഒരു സെക്കൻഡ് ഒരു പ്രോസിക്യൂട്ടർ പോകുമ്പോൾ ഒരു പ്രോസിക്യൂട്ടർ മാത്രമല്ല, ജില്ലാ കോടതികളിലൊക്കെ നിരവധി പേരുണ്ട്. അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അദ്ദേഹത്തിന്റെ അഡീഷണൽമാർ. അങ്ങനെ ചിലപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം അതോടെ വന്നില്ലെങ്കിൽ മറ്റൊരാളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് ഞങ്ങൾ ചെയ്യാറുള്ളതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. ശരി. ശ്രീ പത്മനാഭൻ, ഇവിടെ ഈ സുന്ദര ഇപ്പോഴും BJP യിലുണ്ടോ? അല്ല, സുന്ദരയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ കോൺഗ്രസ്സുകാർ കുറേ ദിവസമായി നാട്ടിലുള്ള എല്ലാ ചാനലിലും വന്നിട്ട് BJPയും CPMുമായി അന്തർധാരയുണ്ട്, സെറ്റിൽമെൻ്റാണ്, പിണറായി വിജയനും കേരളത്തിലെ RSSുമായി സെറ്റിൽമെൻ്റാണ്, അന്തർധാരയുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത്രയും ദിവസമായിട്ട് മല്ലികാർജുൻ ഖാർഗെയോടോ രാഹുൽ ഗാന്ധിയോടോ ഈ CPMനെ ഈ ഇന്ത്യ മുന്നണിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നൗഷാദ് അലി ആവശ്യപ്പെടണ്ട, പക്ഷേ കേരളത്തിൻ്റെ PCCയുടെ പ്രസിഡന്റ് ശ്രീ സുധാകരനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ VD സതീശൻ ആവശ്യപ്പെട്ടോ? ഇനി ഇവർക്കൊന്നും ആവശ്യപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ ഈ മുസ്ലിം ലീഗുകാരെങ്കിലും ഒന്ന് ആവശ്യപ്പെടും. കാരണം ഇത് വലിയ തമാശയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPMന്റെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാൻ പോയതാണ്. അപ്പോഴാണ് രാജസ്ഥാനിലെ സിക്കാറിൽ കോൺഗ്രസ്സുകാർ വളരെ കഷ്ടപ്പെട്ട് CPMന് ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ CPMന് 3 സംസ്ഥാനങ്ങളിൽ നിന്നും സീറ്റായി. കേരളത്തിൽ നിന്നായി, തമിഴ്നാട്ടിൽ നിന്നായി, രാജസ്ഥാനിൽ നിന്നുമായി. രാജസ്ഥാനിലെ സിക്കാറിൽ 2019 കോൺഗ്രസ് CPMും വെവ്വേറെ മത്സരിച്ചപ്പോൾ BJP ജയിച്ചു. അന്ന് CPMന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയത് 35,000 34,000 വോട്ടാണ്. ഇത്തവണ ആ CPM സ്ഥാനാർത്ഥി അതേ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവിടെ വലിയ വോട്ടിന് അങ്ങോട്ട് ജയിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് CPMന്റെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം ഇത്തവണ നിലനിർത്തി കൊടുത്തത്. അതിന് ക്ഷീണം വരാണ്ട് കാത്തു സൂക്ഷിച്ചത് നിങ്ങളാണ്. കേരളം വിട്ടാൽ എല്ലാ സ്ഥലത്തും സഖ്യമാണ്. തമിഴ്നാട്ടിൽ സഖ്യമാണ്, പശ്ചിമ ബംഗാളിൽ സഖ്യമാണ്, ത്രിപുരയിൽ സഖ്യമാണ് എന്ന് വേണ്ട, ഞാനിനി എല്ലാ പേരും പറയുന്നില്ല, ഏതാണ്ട് എല്ലാ സ്ഥലത്തും അവിടെയൊന്നും സഖ്യമില്ല. കേരളത്തിലെ മാത്രം പ്രതിഭാസമാണ്. പിണറായി വിജയനാണ് അത് ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അല്ലാതെ മറ്റുള്ള തമിഴ്നാട്ടിലോ വെസ്റ്റ് ബംഗാളിലോ ഹരിയാന പിണറായി വിജയനല്ലേ CPM? പിണറായി വിജയനല്ലേ CPM? വേറെ എവിടെയാ CPM ഉള്ളത്? പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമാണ്, ആ സാധനം അവിടെ ഇല്ല. ത്രിപുരയിൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കിയിട്ട് 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ആണ്. ഈ സാധനം ആകെ ഉള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിലാണെങ്കിൽ ഞങ്ങളായിട്ട് അന്തർധാരയാന്ന് പറയും. ഇത് പിടിച്ച് പുറത്താക്കപ്പാ. ഈ CPMനെ CPIക്കാരെ വിട്ടേക്ക്, അവർ അത്യാവശ്യം എന്താ പറയുക പ്രതികരിക്കുന്നുണ്ട്. ഈ CPM ആണല്ലോ നിങ്ങളുടെ പ്രൈം ടാർഗറ്റ്. നിങ്ങളുടെ ഏറ്റവും വലിയ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താ? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും RSSുമായിട്ടും BJPയുമായിട്ടും സെറ്റിൽമെൻറ്റിലാണ്, അന്തർധാരയിലാണെന്ന്. പിന്നെ എന്താ നിങ്ങൾ പിടിച്ച് പുറത്താക്കാത്തതെന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന്? പിന്നെ ചുമന്നോണ്ട് നടക്കണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ VD സതീശനോ സുധാകരനോ എങ്ങാൻ CPMനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജുൻ ഖാർഗെക്കോ കത്തയച്ചാലേ അവരത് ചുരുട്ടി കൊട്ടയിലേക്ക് എറിയും. എന്തുകൊണ്ടറിയോ? നാളെ എങ്ങാൻ ഭാഗ്യത്തിന് നിതീഷ് കുമാറും TDPയും ഒക്കെ NDA വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ വരുമ്പോൾ CPMന്റെ 4 ആളെയും കൂടി കൂട്ടി കേന്ദ്രത്തിലൊരു സർക്കാർ ഉണ്ടാക്കാനുള്ള പ്രതീക്ഷയിലാണ് ആ സാധു ജീവിക്കുന്നത്. വലിയ സ്വപ്നങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. NDA എന്ന് കുറച്ച് ആളുകൾ വരും, അപ്പം ഇന്ത്യ മുന്നണി എല്ലാം കൂടി കൂട്ടി കോൺഗ്രസ് ആരോപിക്കുന്നത് വെറുതെ ആണെന്നാണ് അങ്ങയുടെ ആരോപണം. ശ്രീ പത്മനാഭൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു നിമിഷം. കോൺഗ്രസ്സുകാരെ വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. ഞാനൊരു ക്ലാരിറ്റി വരുത്തട്ടെ ശ്രീ പത്മനാഭൻ. അതായത് BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സമരം ശബരിമല പ്രക്ഷോഭമാണ്.
അത് ഒരു സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആ വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെയാണ് നിങ്ങൾ രംഗത്തെത്തിയത്. കേരളം കണ്ട ഏറ്റവും വലിയ BJPയുടെ സമരം എന്ന് നമ്മൾ കാണാവുന്നത് ശബരിമല സമരമാണ്. നോക്കൂ, അതിലും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ പൂരം കലക്കി എന്ന് LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ വാദിക്കുന്നു. LDFിലുണ്ടായിരുന്ന PV അൻവർ പറയുന്നു അതിന് നേതൃത്വം നൽകുന്നത് ADGP അജിത് കുമാറാണെന്ന് പറയുന്നു. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നു. ആ പൂരം കലക്കിയതിന് പിന്നിൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥനാണല്ലോ. BJP ഒരു സമരവും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ പൂരം കലക്കിയപ്പോൾ സുനിൽകുമാർ എവിടെയായിരുന്നു? എവിടെയോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. സുനിൽകുമാർ പൂരനഗരിയിൽ ഉണ്ടായിരുന്നു. വിഷ്വൽസ് ഉണ്ട്, മാധ്യമങ്ങളിൽ ഫയലുണ്ട്. ഞാൻ അയാളെ പറ്റി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളാരും കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടത് അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ച്, അതായത് പാറമേക്കാവുകാരും തിരുവമ്പാടിക്കാരും ഞങ്ങളിത് നിർത്തുക എന്ന് പറഞ്ഞ് പോയി. പൂരം ഉണ്ടാവൂലായിരുന്നു, വെടിക്കെട്ട് ഉണ്ടാവൂലായിരുന്നു, അവർ പൂട്ടിയെടുത്ത് താക്കോലെടുത്ത് പോവായിരുന്നു. അപ്പൊ അവിടെ പോയിട്ടേ ഇത് ചെയ്യരുത്, സർക്കാർ ചെയ്യുന്ന വിവരക്കേട് കാരണം നിങ്ങൾ പൂരം നിർത്തരുത്, ലക്ഷക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്, ഒരു സംസ്ഥാനവും ഒരു സമൂഹവും കാത്തു നിൽക്കുകയാണ്. സുരേഷ് ഗോപി മാത്രം അവിടെ എത്തി. അദ്ദേഹം എത്തിയത് ആംബുലൻസിലാണ്. ആംബുലൻസ് കയറാൻ പാടില്ലാത്ത സേവാഭാരതി ആംബുലൻസിൽ എത്തി. എന്റെ ചോദ്യം അതല്ല, ഒരു ADGP ആണ് ആ പൂരം കലക്കൽ നേതൃത്വം കൊടുത്തത് എന്ന വിവരം പുറത്തു വന്നിട്ട് BJP എത്ര സമരം ചെയ്തു സർക്കാരിനെതിരെ? എന്തുകൊണ്ടാണ് BJP സമരം ചെയ്യാനാത്തത്? നിക്കട്ടെ അവിടെ ഓടിയെത്തി കാര്യങ്ങൾ ചെയ്തത് ഞങ്ങളാ, സമരം ചെയ്യലല്ല. പ്രശ്നം പരിഹരിച്ച് പൂരം നടന്ന് വെടിക്കെട്ട് പൊട്ടിയത് സുരേഷ് ഗോപി കാരണമാ. ഊർക്കം വലിച്ച് കിടന്നുറങ്ങിയായിരുന്നു സിറ്റിംഗ് MP TN പ്രതാപൻ. അതൊക്കെ ഇരിക്കട്ടെ, ഈ പൂരം കലക്കിയ പിണറായി വിജയനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തതുകൊണ്ടാണ് ശ്രീ പത്മനാഭൻ. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. പൂരം കലക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമില്ല. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ പൂരം കലക്കാൻ ഒരു ADGP ഇറങ്ങി പുറപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്രതിഷേധവുമില്ല. ഒരൊറ്റ വാരി പ്രസ്താവന അജിത് കുമാറിനെതിരെ നിങ്ങൾക്കില്ല. ഒരു തമാശയും കൂടിയുണ്ട്. ജനുവരി മാസത്തിൽ തൃശ്ശൂർ MLA ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കണോ? ശ്രീരാമനും സീതയും ലക്ഷ്മണനും കാട്ടിൽ പോയപ്പോൾ വനവാസ കാലത്ത് ലക്ഷ്മണൻ പൊറാട്ടയും ഇറച്ചിക്കറിയും വാങ്ങാൻ പോയി. ആർക്ക്? സീതയ്ക്കും രാമനും. P. ബാലചന്ദ്രൻ എന്ന CPIയുടെ സിറ്റിംഗ് MLA ഫേസ്ബുക്ക് പോസ്റ്റാ. അതിനെതിരെ നിങ്ങൾ പ്രതിഷേധിച്ചോ? പക്ഷെ ഒരു ADGP പൂരം കലക്കിയെന്ന ആരോപണം വന്നത് നിങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പ്രതികരിച്ചോ? എന്റെ ക്വസ്റ്റ്യൻ അതല്ല. എന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ശ്രീ പത്മനാഭൻ. ഒരു ADGP പൂരം കലക്കിയെങ്കിൽ നിങ്ങൾക്ക് ADGPക്കെതിരെ പ്രതിഷേധമില്ല. ADGP പിണറായി വിജയന്റെ ADGP ആണ്. നിങ്ങൾക്ക് പിണറായിക്കെതിരെ പ്രതിഷേധമില്ല. അതെന്തുകൊണ്ടാണ്? എന്റെ ചോദ്യത്തിന് മറുപടി പറയും പ്ലീസ്. അതൊക്കെ നിങ്ങൾ പ്രതിഷേധിച്ചോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ADGP നിങ്ങൾ പ്രതിഷേധിക്കുക, സുനിൽകുമാറിനെതിരെ പ്രതിഷേധിക്കുക. അല്ല, സുനിൽകുമാറിനെതിരെ പ്രതിഷേധിക്കുക, നിങ്ങൾ പ്രതിഷേധിക്കുക. പക്ഷേ ADGPക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമില്ല. അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ വിടണമെന്നേ, നിങ്ങൾ വിടേണ്ട ശ്രീ പത്മനാഭൻ. അതാണ് പോയിന്റ്. അതായത് ADGP അജിത് കുമാറിനെതിരെ പ്രതികരിക്കേണ്ട എന്നാണ് നിങ്ങളുടെ നിലപാട്. എങ്കിൽ തുറന്നു പറയും. മുരളീധരനും പ്രതാപനും ADGPക്കെതിരെ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് നിങ്ങളുടെ നിലപാട്. തുറന്നു പറയൂ. ഊർക്കം വലിച്ച് കിടന്നുറങ്ങിയപ്പോ പൂരപ്പറമ്പിൽ നട്ടപ്പാതിരയ്ക്ക് ഓടിയെത്തി പൂരം നടത്തിച്ചത് സുരേഷ് ഗോപിയാ. അതുകൊണ്ടാ ജയിച്ചത്. കൂർക്കം വലിച്ചോടിയെത്തിയത് പൂരം കലക്കി അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയൂ. പൂരം കലക്കിയ ADGPക്കെതിരെ നിങ്ങൾ പ്രതിഷേധിക്കൂ. എല്ലാവർക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടല്ലോ. പ്രതി രാജൻ, തൃശ്ശൂരിലെ മന്ത്രി, ചാർജുള്ള മന്ത്രി, തൃശ്ശൂർ ജില്ലയുടെ ചാർജുള്ള മന്ത്രി രാജൻ, അജിത് കുമാർ എന്ന പേര് പോലും ഉച്ചരിക്കാൻ നിങ്ങൾ മടിക്കുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് അതിൽ കൂടുതൽ തർക്കിക്കാനില്ല. നിങ്ങൾ ബാലചന്ദ്രനെതിരെയോ സുനിൽകുമാറിനെതിരെയോ ആർക്കെതിരെയും പ്രതിഷേധിച്ചോ, പക്ഷെ പൂരം കലക്കിയതിൽ പിണറായി വിജയനെതിരെയോ അജിത് കുമാറിനെതിരെയോ നിങ്ങൾക്ക് പ്രതിഷേധമില്ലെങ്കിൽ നാട്ടുകാർ സംശയിക്കുന്നതിൽ എന്തുകൊണ്ട്? ഞാൻ മടങ്ങി വരാം ശ്രീ പത്മനാഭനിലേക്ക്. മറ്റേ
പക്ഷേ കെ പി നൗഷാദിൽ ഇവിടെ തീർന്നില്ല. ഇനി ഒരു കേസ് കൂടിയുണ്ട്. അത് സുൽത്താൻ ബത്തേരി കോഴ കേസാണ്. അത് പണം കൊടുത്തത് എന്താണ് CK ജാനുവിനാണ്. അതൊരു കേസുണ്ട്. ആ കേസിൻ്റെ ഗതി എന്താവും ഇനി? ഞാൻ ആ കേസിൻ്റെ ഗതി നമുക്ക് എങ്ങനെയാലും ചർച്ച ചെയ്യണം. അതിന് മുമ്പായിട്ട് എനിക്ക് ഇടത് സഹയാത്രികനായ ശ്രീ ബൽദേവ് സച്ചിദാനന്ദനോടൊരു ചെറിയ കാര്യം പറയാനുണ്ട്. അദ്ദേഹം ഇവിടെ വളരെ ന്യായമായിട്ട് അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു. KT ജലീൽ ഇങ്ങനൊരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളാരും അതിന് മറുപടി പറയാത്തത്, എന്താണ് അതിന് പ്രതികരിക്കാത്തത്? ലീഗ് പറയുന്നില്ല, അപ്പോൾ കോൺഗ്രസ് ഞങ്ങളുമായിട്ട് ബന്ധമുള്ള പാർട്ടി ഞങ്ങളെന്താ പറയാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. അതിൽ ഞാൻ അദ്ദേഹത്തിനോട് പറയാനുള്ളത്, അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുകയും അവിടെ മറ്റ് പ്രവർത്തികൾ ഏർപ്പെടുകയും ചെയ്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ജലീലിനെ കുറിച്ച് ശരിക്കും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. ഞാൻ ഒരൊറ്റ ഉദാഹരണം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജലീൽ മുമ്പ് മീഡിയ വൺ ചാനലിനെ IS ചാനൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പം മീഡിയ വൺ ചാനൽ അത് വളരെ ഗൗരവമായിട്ടെടുത്ത് അതിനെതിരെ കേസിന് പോയപ്പോൾ ഈ ജലീൽ കോടതിയിൽ ബോധിപ്പിച്ചത് ബൽദേവ് സച്ചിദാനന്ദ് ഒന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് വെള്ളിമാട് കുന്നിലാണ് മാധ്യമത്തിൻ്റെ ഓഫീസ്. ആ ഓഫീസിൻ്റെ നേരെ എതിർവശത്താണ് IST എന്നു പേരുള്ളൊരു ബിൽഡിംഗ് ഉള്ളത്. അതിനെ എല്ലാവരും IS ബിൽഡിംഗ് എന്ന് വിളിക്കാറുണ്ട്. ആ ഓർമ്മയിൽ ഞാനങ്ങ് വിളിച്ചതാണ് മീഡിയ വണ്ണിന് IS ചാനൽ എന്നാണ് അന്ന് ജലീൽ നൽകിയൊരു മറുപടി. അപ്പോൾ ഇതൊക്കെയാണ് ആ മനുഷ്യൻ്റെ ഒരു ഗൗരവാവസ്ഥ. മാധ്യമം പത്രം ഗൾഫിൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഗൾഫ് ഭരണാധികാരിക്ക് അദ്ദേഹം കത്തെഴുതുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആ മനുഷ്യൻ്റെ ഒരു ഗൗരവാവസ്ഥ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പിന്നീട് അദ്ദേഹം അതിന് ഉപോത്ബലകമായി നിരത്തുന്ന തെളിവുകളും അതിൻ്റെ മറ്റ് ഘടകങ്ങളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. അത് അദ്ദേഹത്തെ പോലെ അല്പനായ അന്തസ്സാര ശൂന്യനായ ഒരു നിർഗുണ പരബ്രഹ്മം, ഒരു കൂപമണ്ടൂകം, ഒരു ഷണ്ടത്വ കേസരി ഇനി മലബാറിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വരാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നുള്ളതാണ് പതിവ്. അദ്ദേഹം ഇവിടെ അൻവറിൻ്റെ കൂടെയൊക്കെ നിന്ന് അൻവറിന് സഹായിച്ച് അൻവറിന് പിന്തുണയൊക്കെ പറഞ്ഞ് അൻവറിൻ്റെ കാര്യങ്ങളോട് ആഭിമുഖ്യമൊക്കെ പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം. എങ്ങനെ പാടുമറിഞ്ഞു എന്നുള്ളതും നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തെയൊന്നും ആരും ഒട്ടും ഗൗരവത്തിലെടുക്കുന്നില്ല. അതൊക്കെ ഒരു നേരം പോക്ക് കഥാപാത്രങ്ങൾ എന്ന മട്ടിലേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊരു മറുപടി അർഹിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് കോൺഗ്രസ് എല്ലാ കാലത്തും ശത്രുതയായിരുന്നു 1950-കൾ തൊട്ട്. അത് കോൺഗ്രസിനോടുള്ള ശത്രുത മൂത്ത് ജനസംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഒരുമിച്ച് 1970 തെരഞ്ഞെടുപ്പിൽ നേരിട്ടതും എല്ലാവർക്കും അറിയാം. 89-ലും ഭരിച്ചു. പിന്നെ BJP ഇവരൊക്കെ ഭസ്മാസുരന് വരം കൊടുത്ത് വലുതാക്കിയ പോലെ വലുതായപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അത് ഇന്നും അങ്ങനെ ഒരു സഹകരണം BJPയെ പുറത്തു നിർത്താൻ വേണ്ടി ഉണ്ട്. അതും കേരള രാഷ്ട്രീയവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? കേരളത്തിൽ എല്ലാ കാലത്തും ഈ പറഞ്ഞ ഈ XYZ ഒക്കെ നടക്കുന്ന കാലത്തും കേരളത്തിൽ CPMൻ്റെ മുന്നണിയും കോൺഗ്രസിൻ്റെ മുന്നണിയും തമ്മിലാണ് മുഖാമുഖം നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ലളിത യുക്തികൾ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള ചുക്കുവെള്ളം കുടിച്ചത് കൊണ്ടൊന്നും ഒലക്ക വിഴുങ്ങിയത് ദഹിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ശ്രീപത്മനാഭനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളവരും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ കൂർക്കം വലിച്ചുറങ്ങിയായിരുന്നു എന്ന് നിങ്ങൾ അടിവരയിട്ട് ഇവിടെ പറയുകയുണ്ടായി. ആര് പ്രതാപൻ കൂർക്കം വലിക്കുന്നു, സുനിൽകുമാർ കൂർക്കം വലിക്കുന്നു, മുരളീധരൻ കൂർക്കം വലിക്കുന്നു. ഞങ്ങളൊക്കെ രാത്രി 2 മണി 3 മണിയൊക്കെ ആയ കൂർക്കം വലിക്കുകയോ ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. രാത്രി ഇറങ്ങി നടക്കുകയോ മറ്റ് കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയോ ചെയ്യുന്ന ഒരു ശീലം ഞങ്ങൾക്കില്ല. സുരേഷ് ഗോപിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീപത്മനാഭൻ പറയുന്നത് ആളുകൾ ഉറങ്ങുന്ന നേരത്തും അയാൾ പുറത്ത് വളരെ കർമ്മനിരതനാണ് എന്നാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന്. ഇനി അങ്ങനെ കർമ്മനിരതനാവണമെങ്കിൽ ഒരു കൃത്യമായൊരു വിവരം കിട്ടണമല്ലോ. സുരേഷ് ഗോപി മനുഷ്യരാണ്, അദ്ദേഹം സിനിമാ താരമാണ്, അദ്ദേഹം മനുഷ്യനാണ്. ഉറക്കം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഈ ഉറങ്ങേണ്ട നേരത്ത് കൃത്യമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതൊരു സിനിമാ തിരക്കഥ പോലെ നടന്ന ചില സാഹചര്യങ്ങളും സംഭവങ്ങളും ആണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശ്രീപത്മനാഭൻ. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഇത്രേ ഞങ്ങൾക്കും പറയാനുള്ളൂ. നിങ്ങളത് ഒരു അസത്യം എങ്ങനെ സത്യമാക്കി പറഞ്ഞാലും പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ കള്ളി പൊളിയും. അതാണ് നിങ്ങളുടെ വാദങ്ങളിലൂടെ ഇതിൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായത്. ഇനി അജിംസ, ഇനി ഈ ജാനുവിൻ്റെ കേസായാലും ഏത് കേസായാലും BJPക്കാരും RSSകാരും ഒക്കെ പ്രതികളായിട്ടുള്ള ഒരു കേസും കേരളത്തിൽ അടുത്ത കാലത്തേക്ക് പിണറായി വിജയൻ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങുവോളം
തെളിയാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലൊന്നും അല്ല പോലീസ് ഉള്ളത്. അവർക്ക് തോന്നിയ വഴിക്ക് കൃത്യമായിട്ട് RSSൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൽപ്പനകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് തോന്നിയ പടി അതൊക്കെ വട്ടപൂജ്യമാക്കിയിട്ട് കുറ്റപത്രം അവിടെ കോടതി കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ. നിങ്ങൾ ഈ സുന്ദര കേസ് നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഈ സുന്ദരയെ ഭീഷണിപ്പെടുത്തി എന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം പറയുന്നു സുന്ദര പിന്നെ BJP അടുത്ത് നിന്ന് മേടിച്ച കാശ് മേടിച്ച് അദ്ദേഹം വീടുണ്ടാക്കുന്നു, മരുന്ന് മേടിക്കുന്നു എന്നൊക്കെ. ഇങ്ങനെ കാശ് ഭീഷണിപ്പെടുത്തിയൊക്കെ പിന്നെ ഒരാൾ കാശ് ഇങ്ങനെ നിർബാധം ചെലവഴിക്കുമോ? അപ്പോൾ ഒരു കുറ്റപത്രത്തിൽ എന്തൊക്കെ അവർ ആരോപണ മുനകൾ വെച്ചോ അതൊക്കെ പൊളിയാൻ കുറ്റപത്രത്തിൽ തന്നെ അവർ വൈരുദ്ധ്യങ്ങളും നിറച്ചു വെച്ചു. ഇതുപോലെയൊക്കെയുള്ള കാപഢ്യങ്ങൾ ഇതൊക്കെ എത്രമാത്രം ആഭാസകരമാണ് എന്ന് കേരളീയ മനസാക്ഷി ചിന്തിക്കട്ടെ എന്നതിന് അപ്പുറത്തൊന്നും നൗഷാദ് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഈ കേസ് ഒരു സ്റ്റാൻഡ് അലോൺ കേസല്ല. കാരണം ഇത് കൊടകര കള്ളപ്പണ കേസുമായി വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള കേസാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി ഏതാണ്ട് 400 കോടിയോളം കള്ളപ്പണം കേരളത്തിലെത്തിയെന്നാണ് പോലീസ് തന്നെ അന്ന് ആരോപിച്ചത്. അതിൽ കുറച്ച് കൊടകരയിൽ പിടിച്ചു. ഈ പണം എവിടെ വന്നു, എങ്ങോട്ട് പോയി എന്നുള്ള ക്വസ്റ്റ്യനിലാണ് സുന്ദരയുടെ കേസ് വരുന്നത്. സുന്ദരയ്ക്ക് കൊടുത്ത് 2.5 ലക്ഷമാണ്. സുൽത്താൻ ബത്തേരിയിൽ CK ജാനുവിനും കൊടുത്തു എന്ന് പറയുന്നു. കൊടകര കള്ളപ്പണ കേസിൽ സുരേന്ദ്രൻ്റെ മൊഴിയെടുത്ത് വെറുതെ വിട്ടു കേരള പോലീസ്. ആ പണം ഉപയോഗിച്ച് ആ കള്ളപ്പണം വന്നത് ഉപയോഗിച്ച് ഇവിടെ 2.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ കള്ളപ്പണമാണ്, ഒരു സംശയം വേണ്ട. ലിക്വിഡ് ക്യാഷായിട്ടാണ് കൊടുത്തത് സുന്ദരയ്ക്ക്. ജാനുവിനും ലിക്വിഡ് ക്യാഷാണ് കൊടുത്തത്. പട്ടിൽ പൊതിഞ്ഞു കൊണ്ടേ കൊടുത്തു എന്നൊക്കെയാണ് സാക്ഷിമൊഴി ജാനുവിന് കൊടുത്തത്. അപ്പോൾ ഈ പണം എവിടെ പോയി? ഇത് ശരിക്കും നടത്തേണ്ടത് കൊടകര കള്ളപ്പണ കേസിലെ ട്രയലിലേക്കാണ്. അവിടെ നിന്നേ കേസ് അട്ടിമറിക്കപ്പെട്ടു. പിന്നെ എങ്ങനെ തെളിയാനാണ് ബത്തേരി വരെ? കൊടകര കേസിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ BJPയുടെ 19 നേതാക്കന്മാർ ആ കേസിലെ സാക്ഷികളാണ്. ആ പണം കൊണ്ടുവന്നവരുൾപ്പെടെയാണ് ആ കേസിലെ 20ഓളം കൂടുതൽ പ്രതികൾ ആ കേസിലുണ്ട്. അതിനകത്ത് ഇനിയും 2.5 കോടി രൂപയുടെ ഏതാണ്ട് കണ്ടുകെട്ടാനുമുണ്ട്. 1 കോടി ചില രൂപയാണ്, കുറച്ച് സ്വർണ്ണമാണ്. പോലീസ് കേസ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്നായിരുന്നു. ഒരു നിമിഷം, BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്നായിരുന്നു പോലീസ് കേസ്. അതിലെങ്ങനെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷിയാവുന്നത് പ്രതിയാവാതെ? അല്ല, അതിനകത്ത് ആ കേസ് അന്വേഷണത്തിൽ കണ്ടത് ഇദ്ദേഹം ഈ കൊണ്ടുവന്ന പറഞ്ഞ ആളും ഈ കേസ് കൊടുത്തത് ധർമ്മരാജനാണെന്ന് തോന്നുന്നു. ആ കേസ് കൊടുത്ത ആള് സുരേന്ദ്രന്റെ മകനെ അന്ന് രാവിലെ ഫോൺ ചെയ്തിരുന്നു. ഇതായിരുന്നു പോലീസിന്റെ പക്ഷത്തുണ്ടായിരുന്ന തെളിവ്. അതിലുപരിയായിട്ട് ഒരു കാര്യം കൂടെ അജിംസന്റെ കുറ്റപത്രം വായിച്ചു നോക്കണം, ഹൈക്കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ നോക്കണം. അതായത് ഹൈക്കോടതിയിൽ കേസ് വന്നിരുന്നു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട്. അന്ന് കേരള പോലീസ് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ കേസ് കേരളത്തിൽ മാത്രം വരുന്നൊരു കേസല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഈ പ്രതികളുടെ ബെയിൽ ആപ്ലിക്കേഷൻ എതിർത്തുകൊണ്ട് കടുത്ത കൗണ്ടർ അഫിഡവിറ്റിൽ കേരള പോലീസ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ED ആണ് അന്വേഷിക്കേണ്ടത്. ED ആദ്യം വന്ന് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതല്ലാതെ തുടർന്നുള്ള അന്വേഷണവുമായിട്ട് പോയിട്ടില്ല. കാരണം 2ഓ 3ഓ സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കേസാണ്. അപ്പോൾ അത് കേരള പോലീസിന്റെ അധികാര പരിധിയിൽ പരിപൂർണമായിട്ട് നിൽക്കില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ഒരു പണം തട്ടിയെടുക്കുന്ന സംഭവം പോലീസ് അന്വേഷിക്കുമ്പോൾ കള്ളപ്പണം കൊണ്ടുവന്നാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കള്ളപ്പണം കൊണ്ടുവന്നാൽ ഈ ജനപ്രാതിനിധ്യ നിയമമോ തെരഞ്ഞെടുപ്പ് നിയമങ്ങളോ പ്രകാരം ഒരു കേസും എടുക്കണ്ടേ? അവിടെ ഒരു ഹൈവേ റോബറി കേസ് മാത്രമേ നിൽക്കുകയുള്ളൂ. അല്ല, അതിനകത്ത് അങ്ങനെ പ്രൂവ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടിയല്ല നിങ്ങൾ പറഞ്ഞ പോലെ കോടാനുകോടി രൂപ വന്നു. കോടാനുകോടി രൂപ വന്നു. അങ്ങനെ ഒരു FIR ഉണ്ട്. 400 കോടി വന്നതിൽ ഒരു ഭാഗമാണ് ഈ ഹൈവേ റോബറി. അല്ല, അതിന്റെ ഒരു ഭാഗമാണ് അവിടെ റോബറി ചെയ്തതെങ്കിൽ ആ പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കൊണ്ടുവന്നതാണെങ്കിൽ ഇങ്ങനെ പണം നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു FIR ഉണ്ട്. എന്നാലേ പ്രതി ചേർക്കാൻ പറ്റൂ, കേസുണ്ടാവും. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. മുമ്പേ നമ്മൾ പറഞ്ഞ ഈ സുന്ദര കേസിൽ പറഞ്ഞു ഇത് തന്നെയാണ്. വെറുതെ FIR ഇട്ടാൽ ആ കേസ് സ്റ്റക്കായി പോകത്തേ ഉള്ളൂ, ഡിസ്ചാർജ് ചെയ്യത്തേ ഉള്ളൂ. FIRO FIOസോ ഇട്ട് കുറ്റപത്രം വരുമ്പോൾ ഈ പണത്തിന്റെ സോഴ്സ് പ്രൂവ് ചെയ്യണം. ഒരാളിനെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ ആ വെട്ടാൻ ഉപയോഗിച്ച് ആയുധം കണ്ടെടുക്കണം. വെടിവെച്ച് വന്നാൽ ആ തവക്കോടല്ല കേസ് നിൽക്കില്ല. അപ്പോൾ വെറുതെ ഒരു FIR ഇട്ട് ഇങ്ങനെ കൊണ്ടുവന്ന പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് RP ആക്ട് മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേസുകളായിട്ട് മുന്നോട്ട് പോയാൽ പ്രൈമ ഫേസി ഡിസ്ചാർജ് ചെയ്തു പോയ ആ കേസെന്ന് ഇതുവരെ ആ കേസ് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഒരു ഹൈവേ റോബറി കേസിൽ കോടിക്കണക്കിന് രൂപ പോലീസ് കൺഫിസ്കേറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് കണ്ടെടുത്തേണ്ട പണം. ഈ പണത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് പറയേണ്ടയാൾ ആ ധർമ്മരാജനാണ്. അയാളെ പ്രതി ചേർക്കാം.
ഈ പണം എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയേണ്ട ആളും ധർമ്മരാജനാണ്. ആ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ സാക്ഷിയായാൽ പ്രതിയാവും. ഇങ്ങനെ കേസ് എടുക്കേണ്ട എന്ന് തീരുമാനിച്ച കേസ് എടുത്തിരുന്നെങ്കിൽ ഇഡിയും വന്നേനെ. ഇല്ല, അല്ല, ഇഡിക്ക് അത് അന്വേഷിക്കാം. കാര്യം അത് 2-3 സ്റ്റേറ്റുകളായി ബന്ധപ്പെട്ടതാണ്. അത് മാത്രമല്ല PMLA ആക്ടിന്റെ ഒക്കെ പരിധിയിൽ വരുന്നതാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഇത് അന്വേഷിക്കാൻ യഥാർത്ഥത്തിൽ കേരള പോലീസിന് അധികാരമില്ല. കേരള പോലീസിന് ആകെ ചെയ്യാവുന്നത് റോബറിയുമായി ബന്ധപ്പെട്ട കേസാണ്. ബാക്കി PMLA ആക്ടിൽ വരുന്നതാണ്. ആ PMLA ആക്ടിൽ വരുമ്പോൾ അത് അന്വേഷിക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. കേരള പോലീസ് റിക്കാർഡിക്കലായിട്ട് അവർക്ക് നോട്ടീസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റിൽ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ചാർജ് ഷീറ്റിൽ അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും ഒന്ന് അജിംസ എടുത്തു നോക്കുക, ആ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് പരിപൂർണമായിട്ട് ഇഡിയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കേണ്ടതാണെന്ന് അതിൽ വ്യക്തമായിട്ട് ആ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ പ്രധാനമായിട്ട് സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് പറഞ്ഞു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പുറത്തുവിട്ടൊരു കണക്കുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഇറക്കുമതി 2022-23 ഇറക്കുമതി ചെയ്തത് 850 ടൺ സ്വർണ്ണമാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ. പക്ഷേ ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്ത് 1000 ടൺ സ്വർണ്ണമാണ്. 150 ടൺ സ്വർണം സ്മഗ്ലിങ്ങിലൂടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ആകെ പിടിച്ചത് 3500 കിലോ സ്വർണ്ണമാണ്. അപ്പോൾ ഇത്രയും കൂടുതൽ സ്വർണ്ണം ഇവിടെ ഇന്ത്യയിൽ, കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ, അതിലേറ്റവും കൂടുതലായിട്ട് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, കേരളം, ഈ 4 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സ്വർണം ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ 150 ടണ്ണോളം സ്വർണ്ണമാണ് അജിംസെ വിദേശ രാജ്യങ്ങൾ, അത് നേപ്പാൾ വഴി വരുന്നുണ്ട്, ഭൂട്ടാൻ വഴി വരുന്നുണ്ട്, മറ്റ് ദുബൈയിൽ നിന്ന് വരുന്നുണ്ട്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം DRI പുറത്തുവിട്ട കണക്കാണ്. അപ്പോൾ ഇത്രയും കൂടുതൽ സ്വർണ്ണം ഇവിടെ കള്ളപ്പണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ വളരെ തുച്ഛമായ സ്വർണ്ണമേ പിടിച്ചിട്ടുള്ളൂ. കൂടുതൽ സ്വർണം പിടിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് 1ാം സ്ഥാനം തോന്നുന്നു. 2ാം സ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്വർണം നമ്മുടെ എയർപോർട്ടുകളിലെല്ലാം അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൊടകരയിൽ നിന്നാണല്ലോ ഈ കേസുകളുടെ തുടക്കം. അവിടെ നിന്നാണല്ലോ ഈ പണം വരുന്നത്. സുരേന്ദ്രൻ വെല്ലുവിളിച്ചതാണ്. ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ കേസെടുക്കട്ടെ കൊടകരയിൽ എനിക്കെതിരെ. എങ്ങനെയാണ് BJP സംസ്ഥാന പ്രസിഡന്റിന് അങ്ങനെ ഒരു ധൈര്യം വരുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് BJPക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവന്ന പണമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സുരേന്ദ്രൻ ആ ധൈര്യം കിട്ടുന്നത്? അദ്ദേഹത്തിന് വ്യക്തമായ നല്ലതുപോലെ വിവരമുള്ള ഏതോ വക്കീലന്മാരുടെ ലീഗൽ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവും. പിണറായി വിജയൻ ഇതൊന്നുമില്ല. പൈസ പിടിച്ചാൽ പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ ശത്രുവിനെതിരെ കേസെടുക്കാൻ നല്ല വക്കീലിനെ വിളിക്കാനില്ല, പണമില്ല. പാവം പിണറായി വിജയൻ. ഇവിടെ ഒരു കാര്യം അല്ല, അങ്ങനെ കേസെടുക്കാൻ പറ്റില്ല. കേസെടുത്താൽ ഈ തള്ളിപ്പോകില്ല, കേസ് തള്ളിപ്പോവാ. അതെങ്ങനെയാണ് 100-400 കോടി കേരളത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു ഭാഗം ഹൈവേ റോബറിയുടെ ഭാഗമായി പിടിച്ചെടുത്ത തങ്ങൾക്ക് പണം നൽകി BJP എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്ന് അവർ മൊഴി കൊടുത്തിട്ടും ഒരു കേസും വിജയിക്കുന്നില്ല, ഒരു കേസും എടുക്കാൻ കഴിയുന്നില്ല. രാജിവെച്ചിട്ട് പോയിക്കൂടെ പിണറായി വിജയനോട് ചോദിച്ചൂടെ നിങ്ങൾക്ക്? ഇല്ല, കേസെടുത്തല്ലോ. കേരളത്തിൽ എടുക്കാവുന്ന ബന്ധപ്പെട്ട കേസെടുത്തു. അതിന് മുകളിലെ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ PMLA ആക്ട് ഇട്ട് കേസെടുക്കണം. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ കേന്ദ്ര ഏജൻസികൾക്കേ പറ്റൂ. സംസ്ഥാന ഗവൺമെന്റ് അധികാര പരിധിയിൽപ്പെടുന്നതല്ലത്. ഓരോന്നിനും ഓരോ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആ ജൂറിസ്ഡിക്ഷനകത്ത് നിന്നുകൊണ്ട് മാത്രമേ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ രജിസ്റ്റർ ചെയ്താൽ ആ കേസ് തള്ളിപ്പോകും. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ വലിയ ചർച്ചയായിട്ട് വരും. സുരേന്ദ്രനെ പ്രതിയാക്കി കേസെടുത്ത് കേസ് കോടതി ഡിസ്ചാർജ് ചെയ്തു. അത് ട്രയൽ പോലുമില്ല. ഇപ്പോൾ നടന്ന കേസ് എന്താണ്? സുന്ദര കേസ്. കൊടകരയിൽ ധൈര്യമുണ്ടെങ്കിൽ പിണറായി എനിക്കെതിരെ കേസെടുക്കട്ടെ എന്ന് സുരേന്ദ്രൻ വെല്ലുവിളിച്ച് എന്താ ആത്മവിശ്വാസത്തിലാണെന്നാണ് എന്റെ ചോദ്യം. അപ്പോൾ നല്ല നിയമവിദഗ്ധർ അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ സർക്കാരിന് അതില്ല. സർക്കാരിന് പണമില്ല നല്ല നിയമവിദഗ്ധരെ വയ്ക്കാൻ, കേസെടുക്കാനില്ല. പക്ഷേ കോടിക്കണക്കിന് രൂപ പ്രതിവർഷം കേസ് നടത്താൻ സർക്കാർ ചെലവാക്കുന്നുമുണ്ട്. വളരെ നന്ദി ശ്രീ ബൽദേവ്, ശ്രീ പത്മനാഭൻ, KP നൗഷാദിലെ ഇത്രയും സംസാരിച്ചതിനുണ്ട്.